ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഒന്നാഴ്ച ട്രിപ്പ് പോകുമ്പോൾ ഊട്ടിയിലേക്ക് കുറേ പേരുണ്ട്. 10-12 പേരുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 5 മണി അല്ല 6 മണി. ഇപ്പോൾ 6 മണിക്ക് വന്ന ട്രിപ്പ് ഇപ്പോൾ 7 മണിയായി. അത് സമീറിനെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉനീസ് അവിടെ വിനോദം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നംഷി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്നേഹിതന്മാരെ, നമ്മുടെ യാത്ര ഊട്ടിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം കൃത്യം 7:15. ചില ടീം 8 മണിക്ക് പുറപ്പെടും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആദ്യമേ നമ്മുടെ ക്യാപ്റ്റൻ തീരുമാനിച്ച പ്രകാരം 6 മണി എന്ന ടൈമായിരുന്നു. ബ്ലൂടൂത്ത് മുതലാളി നമുക്ക് ജംഷീന്റെ ഒരു വല്ലാത്ത ജംഷീൻ ഉണ്ടെങ്കിൽ ഒരുപാട് കലാപരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കല്ലേ ഹാപ്പി? ജംഷീൻ ഉണ്ടെങ്കിൽ ഒരുപാട് കലാപരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ക്യാപ്റ്റൻ ഇല്ലാത്തൊരു പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം തരണം ചെയ്യണം നമ്മള്. അതെ അതെ, തീർച്ചയായും. ജംഷി, വി മിസ് യു. നമ്മുടെ ക്യാപ്റ്റൻ ആദ്യമേ പറഞ്ഞ പ്രകാരം യാത്രയിൽ തമാശയും മറ്റൊക്കെ ആവാം, പക്ഷെങ്കിൽ ആരും പരസ്പരം തല്ലാനും വിഘടിക്കാനും 2 വണ്ടിയിൽ വേറെ വണ്ടിയിൽ ബസ്സിലൊന്നും വരുന്ന രൂപത്തിലോ ആവാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ചെന്നൈന്റെ മറ്റേ മട്ടണം മുട്ടുന്ന ആളല്ല. അപ്പോ പായസ് വരുന്നോട്ടെ. ഇയാള് എത്ര നേരമായി ചോദിച്ചതാ പായസ് വരുന്നു, ഇപ്പാ വരുന്നു. മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. മോളല്ലേ ലൈല, നീ എന്റെ കൽബല്ലേ. മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ടീം ബിയുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആശിക്ക് സംസാരിക്കും. ആശിക്ക് പറ. അങ്ങനെ ഞങ്ങള് ബി ടീം യാത്ര ആരംഭിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ പിടിക്കും. ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇതാണ് യഥാർത്ഥ ശരിക്കും സമയം. ഈ ക്യാപ്റ്റൻ, ന്യൂ ക്യാപ്റ്റൻ മിസ്റ്റർ ഉനൈസ് തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളെന്തായിക്കോ മനസ്സിലായി. 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യാതെ തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ. അങ്ങനെ മനോഹരമായ ഊട്ടിയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നായിക്കേട്ടി ബോർഡർ എങ്ങടാ? ഈ ബോർഡറിന്റെ പേര് മസനഗുഡി ബോർഡർ അല്ല, നൂൽപ്പുഴ. നമ്മളെ ഭാഗത്ത്, കേരളത്തിന്റെ ഭാഗത്ത് നൂൽപ്പുഴ അല്ല. നാട്ടിൽ നിന്നുള്ള ആൾക്കാർ നൂൽപുട്ട് തിന്നുന്നുണ്ടാവും, ചിലപ്പോ നൂൽപുട്ട് കേട്ടിട്ടുണ്ടാവും. പുഴ കണ്ടിട്ടുണ്ടാവില്ല. നല്ല മനോഹരമായ ക്ലൈമറ്റ്, നല്ല ഗ്രീനറി. പാട്ട വയലല്ല പള്ളിയിൽ 100 നിസ്കരിക്കാം. 100 അവസരം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തന്നെ 2012 അന്വേഷിക്കും. ഊട്ടി യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരം കഴിക്കുന്ന സംഭവം ഷെഫ്ഷാനല്ലേ? മജ്ലിസിന്റെ ഉദ്ഘാടനമാണ് ഇത്. അതിന് ബർക്കത്തോടെ ബർക്കത്തായിരിക്കും ഇവിടെ. എടുത്തു അവർകളെടുത്തു അവർകളെ കാണണ്ടേ.
പോയിക്കോ. നമ്മളെ ടീം മസിനഗുഡി പാലം. ഇനി ആരെയും വെറുപ്പിക്കാനും ഇല്ല, ഒന്നിനില്ല. സമാധാനത്തോടെ ശാന്തസുന്ദരമായ പ്രകൃതിയും കണ്ട് മുന്നോട്ട് പോകുന്നത്. പുഞ്ചിരി നല്ല ബുട്ടിപ്പാട്ട് വൈകുന്നേരം ഊട്ടിന്റെ ഏകദേശം 90% തണുക്കാൻ തുടങ്ങി. 97%. കരടി കരടി പിന്നെ വീണ